നമ്മളിന്ന് ബ്ലൗസിൻ്റെ സ്ലീവിന് പൈപ്പിംഗ് വെക്കുന്നതാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവ് വെട്ടിയെടുത്തതിന് ശേഷം അതിന് പൈപ്പിംഗ് വെക്കാനായിട്ട് 2 ഇഞ്ച് വീതിയിൽ നമ്മളൊരു തുണി വെട്ടിയെടുക്കണം. ആ കൈക്ക് എത്രമാത്രം സ്ലീവിന് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിൽ നമ്മൾ ആ തുണി വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ അത് 2ആയിട്ട് മടക്കിയതിന് ശേഷം ഈ സ്ലീവിൻ്റെ അറ്റത്ത് കൈയുടെ അറ്റത്ത് വെച്ച് ചേർത്ത് ഒന്ന് തയ്ക്കുക. തയ്ച്ചതിന് ശേഷം നമ്മളത് നല്ല പുറത്ത് വെച്ച് തയ്ക്കണം. എന്നിട്ട് നമ്മൾ അഴുക്ക് നല്ല പുറത്ത് തന്നെ നമ്മളതൊന്ന് മടക്കി വെക്കുക. എന്നിട്ട് അത് നല്ല പൈപ്പിങ്ങിന് വേണ്ടി നമുക്കറിയാമല്ലോ പൈപ്പിംഗ് വെക്കുമ്പോൾ നല്ല ഉരുണ്ടിരിക്കണ്ടേ. അപ്പോൾ നമ്മളത് അകത്തേക്ക് അതിൻ്റെ തയ്യൽ തുമ്പ് കയറ്റി വെച്ച് നമ്മളൊന്ന് അടിക്കുക. അടിച്ച് കഴിയുമ്പോഴത്തേനത് അടിക്കുമ്പം തന്നെ അത് പൈപ്പിങ് ഇങ്ങ് വരെ അടിക്കുക. അപ്പോൾ നല്ലതായിട്ട് പൈപ്പിംഗ് ഇരിക്കും. അതുപോലെ തന്നെ അടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ അറ്റം തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ അറ്റം ചേർത്ത് ഒന്നുകൂടി അടിച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് നമുക്ക് ബ്ലൗസിങ് പൈപ്പിങ് വെക്കാം. നമ്മൾ കൊച്ചു പിള്ളേരുടെ ബ്ലൗസിൻ്റെ സ്ലീവിനൊക്കെ നമ്മളിങ്ങനെ വെക്കുമേ. ഈ സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നമ്മളിങ്ങനെ സ്ലീവിന് പൈപ്പിംഗ് വെച്ച് തയ്ക്കാറുണ്ട്. അത് കുട്ടികൾക്കും വലിയ സാരി ബ്ലൗസും തയ്ക്കാം. ഞാനിവിടെ കുട്ടികളുടെ ബ്ലൗസിൻ്റെ സ്ലീവാണ് തയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് തയ്ച്ചതിന് ശേഷം നല്ല ഉരുട്ടി നമ്മളത് മടക്കി അതിനിടെ നമ്മൾ അടിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ഇടവഴി നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പും മറിഞ്ഞ് കിടക്കും. എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് അടിക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് പൈപ്പിംഗ് വെക്കാൻ പറ്റും. അത് തന്നെ നല്ല ഷേപ്പിൽ നമുക്ക് പൈപ്പിംഗ് ബ്ലൗസിന് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പറഞ്ഞു തരാവേ. ഇത് നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ റഫായിട്ട് നമ്മൾ സ്ലീവ് വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ പൈപ്പിംഗ് വെച്ചൊന്ന് പഠിച്ച് നോക്കണം. 2-3 പ്രാവശ്യം ഇത് വെച്ച് പഠിക്കുമ്പോഴത്തേന് തന്നെ നമുക്ക് നല്ലതായിട്ട് അത് തയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് വീട്ടിൽ തയ്ച്ചെടുക്കാം. നമ്മുടെ ബ്ലൗസിനൊക്കെ ആണെങ്കിലും ഒരു വെറൈറ്റി ഒരു ഭംഗി കിട്ടാൻ വേണ്ടി നമുക്കിങ്ങനെ പൈപ്പിംഗ് വെക്കാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് തയ്യൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ. അതുപോലെ തന്നെ ഞാനിടുന്ന തയ്യലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിലേ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിക്കണേ.